മ്യാൻമറിൽ അതിശക്തമായ ഭൂചലനം. കെട്ടിടങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും നാശനഷ്ടങ്ങളുടെയും മറ്റും ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. അയൽരാജ്യമായ തായ്ലൻഡിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. തലസ്ഥാനമായ ബാങ്കോക്കിൽ ആളുകൾ പരിഭ്രാന്തരായി കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങിയോടി. പ്രാദേശിക സമയം വെള്ളിയാഴ്ച 12:50ഓടെയാണ് ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയതായി US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുകയും ചെയ്തു. മ്യാൻമറിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായതായി ജർമ്മനിയുടെ GFZ സെന്റർ ഫോർ ജിയോ സയൻസ് അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്കാണ് 10 കിലോമീറ്റർ ആഴത്തിൽ ഭൂകമ്പം ഉണ്ടായത്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമാണിതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 7.7 തീവ്രതയും 6.4 തീവ്രതയുമുള്ള 2 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ആദ്യം അനുഭവപ്പെട്ടതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ കെട്ടിടങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്നുമായി പുറത്തേക്ക് ഇറങ്ങിയോടി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം മാൻഡ്ലയിൽ നിന്ന് 17.2 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 15 ലക്ഷം ജനസംഖ്യയുള്ള ഇവിടം മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന രണ്ടാമത്തെ ഇടമാണ്. ഇതുവരെ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. തായ്ലൻഡിലും പ്രകമ്പനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവെച്ചു. തായ്ലൻഡ് പ്രധാനമന്ത്രി പയതുങ്ഷാൻ ഷിനവത്രയെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തതായി പറഞ്ഞിട്ടുണ്ട്. ഭൂചലനത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോകൾ പുറത്തുവന്നു. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം നിലം പതിക്കുന്നതിന്റെയും വീടുകളും മറ്റും തകർക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആളുകൾ നിലവിളിച്ച് ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ബാങ്കോക്ക് പ്രദേശത്ത് 17 ദശലക്ഷത്തിലധികം ആളുകളാണ് താമസിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പേരും ഉയർന്ന പ്രദേശങ്ങളിലുള്ള അപ്പാർട്ട്മെന്റുകളിലാണ് താമസിക്കുന്നത്. ജനസാന്ദ്രതയേറിയ മധ്യ ബാങ്കോക്കിലെ ഹോട്ടലുകളിൽ താമസിച്ചിരുന്നവർ പരിഭ്രാന്തരായി പുറത്തേക്കോടി. ഭൂകമ്പം കഴിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞും അവർ തെരുവുകളിൽ തന്നെ തുടരുകയാണ്. ശക്തമായ ഭൂകമ്പമായതിനാൽ ഉയർന്ന പ്രദേശങ്ങളിലെ അപ്പാർട്ട്മെന്റുകൾക്ക് സമീപമുണ്ടായിരുന്ന പൂളുകളിൽ നിന്ന് പോലും ജലം പുറത്തേക്കൊഴുകി. ചില കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മധ്യ മ്യാൻമർ ആയിരുന്നു. ഭൂകമ്പത്തിൽ ഇവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന വിവരവും പുറത്തു വന്നിട്ടില്ല. മോണിവ നഗരത്തിന് ഏകദേശം 50 കിലോമീറ്റർ കിഴക്കായി മധ്യ മ്യാൻമറിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. വടക്കൻ മധ്യ തായ്ലൻഡിലെ വളരെ ദൂരെയുള്ള പ്രദേശങ്ങളിൽ പോലും ഭൂചലനം അനുഭവപ്പെട്ടു. മ്യാൻമറിന് പിന്നാലെ തായ്ലൻഡ്, വിയറ്റ്നാം ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ ഭൂകമ്പം അനുഭവപ്പെട്ടു. ബാങ്കോക്കിലാണ് കൂടുതൽ ആഘാതം അനുഭവപ്പെട്ടത്. വിയറ്റ്നാമിൽ ഹനോയിലും ഹോ ചിൻ മിൻ സിറ്റിയിലും ഭൂകമ്പം അനുഭവപ്പെട്ടു. 17 ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ബാങ്കോക്കിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉയർന്ന ജനസാന്ദ്രതയുള്ള ബാങ്കോക്കിലെ ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും പരിഭ്രാന്തരായ താമസക്കാർ പുറത്തേക്ക് ഇറങ്ങി. തുടർ ചലനങ്ങൾ ഭയന്ന് ഏറെ നേരം തെരുവിൽ തുടർന്ന ശേഷമാണ് പലരും വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ഹോട്ടലുകളിലേക്കും മടങ്ങിയത്.